അപ്പോൾ കാർബറേറ്ററിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചോക്ക് വർക്കാവുന്നതെന്നുള്ളൊരു ഇതുവഴി പെട്രോൾ കയറിയിട്ട് എങ്ങനെ ഇറങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അതാരും മറന്നുകൊണ്ട. അതാണ് നമ്മുടെ ക്യാപ്പ്. ഈ ക്യാപ്പില്ലേ, ഈ ക്യാപ്പ് കണ്ടില്ലേ, ഈ ക്യാപ്പ് ഇതിനകത്തൊരു റബ്ബർ ഉണ്ട്, കാണുന്നുണ്ടോ? കറുത്ത റബ്ബർ കണ്ടില്ലേ? ഈ കറുത്ത റബ്ബർ നിങ്ങൾ അഴിച്ചിട്ട് ക്ലീനിങ്ങിന് ശേഷം ചിലർ ഇടാനൊക്കെ മറന്നു പോകും. അങ്ങനെ ഇടാൻ മറന്നു പോയാലോ, ഈ സാധനത്തിന് പങ്ക്ചറിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇതുവഴി എയർ കയറി ഈ ഹോള് വഴി കയറി നമ്മുടെ ചോക്ക് വഴി എൻജിൻ്റെ കാർബറേറ്ററിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് എയർ തന്നെത്താനെ ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഐഡിൽ RPM നിൽക്കുന്നില്ല, വണ്ടി RPM കയറി ഇറങ്ങി നിൽക്കുന്നു, എയർ ലീക്ക് എവിടെ നിന്നോ ഉണ്ട് എന്നൊക്കെ നമ്മൾ പൊതുവേ കാർബറേറ്ററിൽ കേൾക്കുന്നതാണ്. കാർബറേറ്ററിൽ സാധാരണ എയർ ലീക്ക് ഉണ്ട് എങ്കിൽ ഫ്യൂല് ലീൻ ആവുകയും അപ്പോൾ പെർഫോമൻസിനെ അത് ബാധിക്കും, ഐഡിൽ RPM നിൽക്കില്ല എന്നിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ചോക്കിൻ്റെ ഇതുവഴി, അതായത് നമ്മുടെ ഈ ഒരു റബ്ബർ ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ടൈറ്റ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിലും നമുക്കിങ്ങനൊരു പ്രശ്നം വരും. ചോക്ക് മുഖാന്തരം എയർ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞ് ചേർക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്തതാണ് ഐഡിൽ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണുന്നത് കണ്ടില്ലേ, ഐഡിലിൻ്റെ ജെറ്റ് എന്ന് പറയുന്ന ഇതാണ്. ഇത് RX 135 വരുന്നത് 17.5 എന്ന് പറയുന്ന ഒരു ഐഡിൽ ജെറ്റാണ്. ഓക്കെ, RX 135 5 സ്പീഡ് ആണെങ്കിൽ 15ൻ്റെ ഐഡിൽ ജെറ്റുമാണ്. ഇനി RX 100-നാണെങ്കിലോ 20ൻ്റെ ഐഡിൽ ജെറ്റാണ് സാധാരണ വണ്ടിയിൽ വരാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും കൂടെ എയർ എവിടെ നിന്ന് വരുന്നു, ഫ്യൂൽ എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ പറയാം. അപ്പോൾ ഫ്യൂൽ വരുന്നതിന് അറിയാമല്ലോ, ഇത് ഒന്നാമത്തെ സ്റ്റെപ്പായി, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫ്യൂൽ വരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. നമ്മുടെ കാർബറേറ്ററിൻ്റെ ബൗളിൽ നിന്ന് ഫ്യൂൽ ഇതുവഴി കയറും, ഈ ഹോൾ വഴി കയറി ഇതിനുള്ളിൽ കണ്ടോ 2 ഹോളുകൾ, കുഞ്ഞു ഹോളുകൾ കാണുന്നുണ്ടോ? എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ഹോൾ നമ്പർ 1, ഇത് ഹോൾ നമ്പർ 2. ഇതിനെ ഞാൻ മുകളിൽ നിന്ന് കാണിക്കാം. കണ്ടോ, കണ്ടില്ലേ? ഇത് 1 കണ്ടോ, ഇതിപ്പം ഇപ്പോഴും തന്നെ ത്രൂ ആൻഡ് ത്രൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ? ഇത് ഹോൾ നമ്പർ 2. ഈ ഒരു ചരിഞ്ഞ ഹോള് കാണുന്നുണ്ടോ, നല്ല കൂർത്തൊരു ഹോള്. ഈ ഹോളിനെ ബൈപ്പാസ് ഹോൾ എന്നാണ് പറയുന്നത്, ഇതിനെ മെയിൻ ഹോൾ എന്നുമാണ് പറയുന്നത്. ഈ 2 ഹോളും ഐഡിൽ ജെറ്റിൽ നിന്ന് ഫ്യൂവൽ ഇതുവഴി വെളിയിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് ഫ്യൂവൽ ഇറങ്ങുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂവൽ തന്നെത്താനെ അങ്ങനെ ഇറങ്ങില്ല, അതിനൊരു വാക്വമോ സക്ഷനോ അല്ലെങ്കിൽ എയറിൻ്റെ വെലോസിറ്റിയോ വേണം. അപ്പോൾ ഇത് രണ്ടിലേക്കും എങ്ങനെയാണ് എയർ വെലോസിറ്റി വരുന്നതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന 2 ഹോളുകൾക്ക് നമ്മളൊരു പ്രത്യേകത ഉണ്ട്. ഈ ആദ്യത്തെ ഹോൾ കണ്ട, ഇതാണ് നമ്മുടെ സ്ലൈഡിൻ്റെ പൊസിഷൻ. കാണുന്നില്ലേ, ഈ റൗണ്ട് സ്ലൈഡ് വന്ന് അടഞ്ഞിരിക്കുന്ന പൊസിഷനാണ്. ഈ ആദ്യം കാണുന്ന ഹോളില്ലേ, ഈ ആദ്യം കാണുന്ന ഹോള് സ്ലൈഡിൻ്റെ അകവശത്താണ്. അതായത് സ്ലൈഡ് അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതുവഴി എയറിനോ ഫ്യൂവലിനോ വരാൻ സാധിക്കില്ല. അതിനുശേഷം ഈ ഫ്രണ്ടിൽ കാണുന്ന ഹോള് കണ്ടില്ലേ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഹോള് സ്ലൈഡിൻ്റെ ഫ്രണ്ട് വശത്താണ്. ഞാനൊരു സ്ലൈഡ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡ്. അപ്പോൾ ഈ സ്ലൈഡിനെ ഞാൻ ഇങ്ങനെയാണ് സ്ലൈഡ് കയറി വരുന്നത്, കാരണം ഈ കട്ട് ചെയ്ത ഭാഗം ഈ പോയിന്റിലേക്ക്. ഓക്കെ, ഇത് ഫിൽട്ടർ സൈഡാണ്, ഇതാണ് എൻജിൻ സൈഡ്. കണ്ടോ, എൻജിൻ സൈഡിൽ സ്ലൈഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടക്കുറവുണ്ട്. കണ്ടോ, ഈ ഞാൻ പറഞ്ഞ ബൈപ്പാസ് ഹോൾ മാത്രമേ വിസിബിൾ ആയിരിക്കൂ, പിറകിലുള്ള ഹോള് വിസിബിൾ അല്ല, സ്ലൈഡ് വന്ന് അടഞ്ഞുപോയി. ഇനി നമ്മൾ സ്ലൈഡിനെ നമ്മളുടെ ഇതാണ് നമ്മുടെ ഐഡിൽ സ്ക്രൂ വരുന്ന ഹോള്. ഇതുവഴി ഇതിനെ പ്രസ് ചെയ്യുമ്പോഴും കണ്ടോ, ഇതിങ്ങനെ പൊങ്ങും. ഞാൻ ഈ കമ്പ് വെച്ച് കുത്തുമ്പോൾ തന്നെ പൊങ്ങുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആവശ്യം ഐഡിൽ RPM മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര എയർ ഫ്യൂൽ വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിനെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഐഡിൽ സ്ക്രൂ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇവിടെ സ്ലൈഡ് ഫുള്ളി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് ഹോള് മാത്രമേ പുറത്ത് കാണൂ. മെയിൻ ഹോള്, ഐഡിൽ ജെറ്റിൻ്റെ മെയിൻ ഹോള് ഈ സ്ലൈഡിൻ്റെ അകത്തായിപ്പോവും.
ഇതുവഴി കാണാൻ പറ്റില്ല. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലൈഡിനെ ഊരുവാണ്.